എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഫ്ലൂസി ആപ്ലിക്കേഷൻ കൊടുത്തു. ക്ലിക്ക് ഡേ കഴിഞ്ഞു. കോട്ട കിട്ടിയോ ഇല്ലയോ ഇനിയും അറിയില്ല. ഇനിയും നുള്ളോസ് വന്നിട്ടില്ല. പത്രനാഥ് പറയുന്നു വെയിറ്റ് ചെയ്യണം. എത്ര ദിവസം വെയിറ്റ് ചെയ്യണം? ഇനിയും പ്രതീക്ഷയുണ്ടോ? ഈ ചോദ്യങ്ങൾ മലയാളികൾ മാത്രമല്ല ഇപ്പോൾ ചോദിക്കുന്നത്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക, ഈജിപ്ത്, മൊറോക്കോ ഇങ്ങനെ തുടങ്ങി മറ്റു പല രാജ്യങ്ങളിലെ അപേക്ഷകരും ഇതേ അവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിലവിലത്തെ ഫ്ലൂസി 2026 യഥാർത്ഥ സ്ഥിതി, ആക്ലി പത്തനാത്തോ പറയുന്നത് എന്താണ്, പ്രിഫത്തൂറ പറയുന്നത് എന്തുകൊണ്ട് ചിലർക്ക് റിസൾട്ട് വന്നു, ചിലർക്ക് വന്നില്ല, കോട്ട കിട്ടിയാൽ എന്ത് സംഭവിക്കും, കോട്ട കിട്ടിയില്ലെങ്കിൽ എന്താണ് നടക്കുക, ഇനിയും എത്ര കാലം ഇങ്ങനെ വെയിറ്റ് ചെയ്യാം, 2026 അവസാനം വരെ എന്തെല്ലാം സാധ്യതകളുണ്ട്, എല്ലാം നമുക്കൊന്ന് വിശദമായി നോക്കാം. ഹായ് ഓൾ, ഞാൻ അഖില ടിബിൻ. ഇറ്റലി റിയൽ ഇൻഫർമേഷനും ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളെക്കുറിച്ചും ഒപ്പം ഇറ്റാലിയൻ ലാംഗ്വേജും അടങ്ങിയ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഈ ഒരു ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് കൂടെ ചെയ്തേക്കണേ. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇവിടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. പലരും കരുതുന്നത് ക്ലിക്ക് ഡേ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ ഉടൻ തന്നെ റിസൾട്ട് വരും. അത് ശരിയല്ല. ഡെക്രത്തോൺ ഫ്ലൂസി സിസ്റ്റം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? എംപ്ലോയർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു, സിസ്റ്റം അത് രേഖപ്പെടുത്തുന്നു, കോട്ട അവൈലബിലിറ്റി പരിശോധിക്കുന്നു, പ്രിഫത്തൂറ വെരിഫിക്കേഷൻ, കൊസ്തൂറ വെരിഫിക്കേഷൻ, അതിനുശേഷം ഇസ്പെത്തറാത്തോ ദെൽ ലവോറോ വെരിഫിക്കേഷൻ, എംപ്ലോയർ കൺഫർമേഷൻ, നുള്ളോസ് റിലീസ് ചെയ്യുന്നു. ഇതിനെല്ലാം ശേഷമാണ് നിങ്ങളുടെ വിസ പ്രോസസ് തുടങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇനിയും റിസൾട്ട് കിട്ടാത്തത്? ഇപ്പോൾ വരുന്ന ഒരു പ്രധാന ചോദ്യം തന്നെ ഇതാണ്. 2026 ആയിരക്കണക്കിന് ആളുകൾ ചോദിക്കുന്നത് ഇത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. അതിലാദ്യത്തേത്, അപേക്ഷകളുടെ എണ്ണം കോട്ടയേക്കാൾ പല മടങ്ങ് കൂടുതലാണ്. ഓരോ ക്ലിക്ക് ഡേയിലും കോട്ട തീരുന്നത് പലപ്പോഴും മിനിറ്റുകൾക്കുള്ളിലാണ്. ആക്ലി പത്രനാത്തോയിൽ പോലും വ്യക്തമാക്കുന്നത് ക്ലിക്ക് ഡേ കഴിഞ്ഞാൽ കോട്ട ലഭ്യമാക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ്. അതായത് സിസ്റ്റത്തിലുള്ള എല്ലാ അപേക്ഷകൾക്കും കോട്ട ലഭിക്കുന്നില്ല. ഇനി നമുക്ക് അടുത്ത കാരണത്തിലേക്ക് പോവാം. വേരിഫിക്കേഷൻ ഇപ്പോഴും നടക്കുന്നു. പ്രിഫത്തൂറയുടെ ഔദ്യോഗിക വിവരപ്രകാരം സീസണൽ അപേക്ഷകൾക്ക് ഏകദേശം 20 ദിവസം, നോൺ സീസണൽ അപേക്ഷകൾക്ക് ഏകദേശം 60 ദിവസം എന്നാണ് നിയമപരമായിട്ടുള്ള സമയപരിധി. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഇറ്റലിയിലെ പല പ്രിഫത്തൂറകളിലും ഈ സമയപരിധി കടക്കുന്നത് സാധാരണ ഒരു സംഭവം മാത്രമാണ്. കാരണം ഇവിടെ സ്റ്റാഫ് കുറവാണ്, അപേക്ഷകൾ കൂടുതലായി വരുന്നത്, ഡോക്യുമെന്റുകളുടെ കൂടുതൽ പരിശോധന ആവശ്യമുണ്ട്, എംപ്ലോയർ പരിശോധന. ഇനി അടുത്ത കാരണത്തിലേക്ക് നമുക്ക് പോവാം. എംപ്ലോയറിന്റെ ഡോക്യുമെന്റിലുള്ള പ്രശ്നം. പലപ്പോഴും ഇത് തൊഴിലാളികളുടെ പ്രശ്നമായിരിക്കണമെന്നില്ല. എംപ്ലോയറിന്റെ ഭാഗത്ത് വരുമാന തെളിവ്, തൊഴിലാളിയെ നിയമിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇവ പരിശോധിക്കും. ഒരു ചെറിയ സംശയം വന്നാലും ഫയല് നിലയ്ക്കും. ഇനി മറ്റൊന്നാണ് ഫേക്ക് ആപ്ലിക്കേഷൻ കണ്ടെത്തൽ. കഴിഞ്ഞ 2024, 2025, 2026 വർഷങ്ങളിൽ ഇറ്റലി സർക്കാർ ഫേക്ക് ഫ്ലൂസി ആപ്ലിക്കേഷൻ കുറയ്ക്കാൻ ശക്തമായ പരിശോധനകളാണ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രീ ആപ്ലിക്കേഷൻ സ്റ്റേജ് മുതൽ വേരിഫിക്കേഷൻ നടക്കുന്നു. അതുകൊണ്ട് മുമ്പത്തെ വർഷത്തേക്കാൾ കൂടുതൽ സമയം വേണ്ടിവരും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എത്ര ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം? ഇനി സത്യസന്ധമായ ഉത്തരം പറയുകയാണെങ്കിൽ ആർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു തീയതി പറയാൻ കഴിയില്ല. പക്ഷെ നിലവിലത്തെ സ്ഥിതി അനുസരിച്ച് ഇനിയും റിസൾട്ട് വരാത്തവരുടെ ഫയലുകൾ 3 സാധ്യതകളാണ് ഉള്ളത്. അതിലാദ്യത്തേത്, അവർക്ക് വേരിഫിക്കേഷൻ നടക്കുന്നു, കോട്ട കിട്ടിയിട്ടുണ്ട്. ഇത് ഏറ്റവും നല്ല സാഹചര്യമാണ്. രണ്ടാമത്തേത്, വെയിറ്റിംഗ് ലിസ്റ്റ് പോലെയുള്ള അവസ്ഥ. ഇവിടെ ചില ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ആകുന്ന സമയത്ത് മുൻപിലുള്ള ഫയലുകൾക്ക് അവസരം ലഭിക്കുന്നു. ഇനി അടുത്തതാണ്, കോട്ട ലഭിച്ചിട്ടില്ല. അപ്പോൾ വർഷാവസാനം വരെ നിങ്ങൾ കാത്തിരുന്നാലും പോസിറ്റീവ് റിസൾട്ട് വരണമെന്നില്ല.
ഇനി ആക്ലി പത്രത്തിനകത്ത് പറയുന്നത് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ആക്ലിയുടെ വിശദീകരണ പ്രകാരം ആപ്ലിക്കേഷൻ അയച്ചതുകൊണ്ട് മാത്രം വിസ ഉറപ്പാക്കണമെന്നില്ല. ആദ്യം നിങ്ങൾക്ക് കോട്ട ലഭിക്കണം, ശേഷം നുള്ളോസ് ലഭിക്കണം. അതിനുശേഷം മാത്രമാണ് കോൺസുലേറ്റ് വിസ പ്രോസസ്സ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു എന്നത് വിസ കിട്ടുമെന്നതിന് ഉറപ്പല്ല. ഇനി നമ്മൾ മലയാളികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മലയാളികളുടെ മാത്രം ഒരു പ്രശ്നമൊന്നുമല്ല. നിറഞ്ഞു നിൽക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലും പത്രനാത്ത ഓഫീസുകളിലും എല്ലാ രാജ്യക്കാരും ഇതേ ചോദ്യം ചോദിക്കുകയാണ്. ഇനിയും റിസൾട്ട് വന്നിട്ടില്ല, ഇനിയും നുള്ളോസ്ത ഇല്ല. പത്രനാത്ത വെയിറ്റ് ചെയ്യാൻ പറയുന്നു. കാരണം സിസ്റ്റം മുഴുവനായി ഒരേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് ക്ലിക്ക് ഡേയിലേക്ക് വരാം. യാഥാർത്ഥ്യത്തിൽ ഇതെന്താണ്? പലർക്കും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. അവരിവിടെ കരുതുന്നത് ക്ലിക്ക് ഡേ എന്നത് ഒരു ലോട്ടറിയാണ്. പക്ഷെ യാഥാർത്ഥ്യത്തിൽ ഇത് ലോട്ടറി സിസ്റ്റം അല്ല, ക്രോണോളജിക്കൽ സിസ്റ്റമാണ്. അതായത് ആദ്യം എത്തിയ അപേക്ഷകൾ ആദ്യം പരിഗണിക്കും. ഇനിയൊരു ഉദാഹരണം നോക്കാം. ഒരു രാജ്യത്ത് 10,000 കോട്ടകൾ ഉണ്ടെന്ന് കരുതുക. പക്ഷെ അപേക്ഷകൾ വന്നത് 80,000 അപ്പോൾ സർക്കാർ എന്ത് ചെയ്യും? ആദ്യത്തെ 10,000 അപേക്ഷകൾ കോട്ടയ്ക്കുള്ളിൽ തന്നെ വരും. ബാക്കിയുള്ളവർ വെയിറ്റിംഗ് സോണിലേക്ക് പോകും. ഇതുകൊണ്ടാണ് സെക്കൻഡുകളുടെ വ്യത്യാസം പോലും ചില വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. ക്ലിക്ക് ഡേയിൽ തുറന്ന ആദ്യ 10 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ചില കാറ്റഗറിയിൽ കോട്ട തീരാറുണ്ട്. ചില കാറ്റഗറിയിൽ അത് 30 മിനിറ്റിനുള്ളിലാവും. ചിലത് 1 മണിക്കൂർ അടക്കം എടുക്കാം. അതുകൊണ്ട് 9-ന് സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ 9:05-ന് സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷനേക്കാൾ വലിയൊരു മുൻഗണന തന്നെ നേടാം. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യവും. ഇനി ഇവിടെ കേൾക്കുന്ന മറ്റൊരു പരാതിയാണ്, എന്നേക്കാൾ പിന്നെ അപ്ലൈ ചെയ്തവർക്ക് റിസൾട്ട് വന്നു. പക്ഷേ ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. അതിലെ ആദ്യത്തെ ഒന്നാണ് കാറ്റഗറി വ്യത്യസ്തമായിരിക്കാം. ഉദാഹരണത്തിന് സീസണൽ വർക്കർ, നോൺ സീസണൽ വർക്കർ, ഡൊമസ്റ്റിക് വർക്കർ, കെയർ ഗീവർ, കൺസ്ട്രക്ഷൻ, ട്രാൻസ്പോർട്ട്, ഓരോ വിഭാഗത്തിനും കോട്ട വേറെയാണ്. അതിനാൽ നിങ്ങളുടെ സുഹൃത്ത് പിന്നീട് അപ്ലൈ ചെയ്താലും വേറൊരു കാറ്റഗറി ആയതിനാൽ റിസൾട്ട് വേഗം ചിലപ്പോൾ വന്നിരിക്കാം. ഇനി മറ്റൊന്നാണ് പ്രൊഫത്തോറ വ്യത്യസ്തമാവുന്നത്. ഇറ്റലിയിൽ എല്ലാ ഫയലുകളും ഒരേ ഓഫീസിലല്ല പരിശോധിക്കുന്നത്. ഉദാഹരണത്തിന് മിലാൻ, റോം, നാപ്പോളി, ബൊളോഞ്ഞ, ടൊറീനോ, ഇവിടെയൊക്കെ ഓരോ പ്രൊഫത്തോറുകൾക്കും സ്വന്തം വർക്ക് ലോഡ് ഉണ്ട്. ചില ഓഫീസുകൾ വേഗത്തിൽ പ്രവർത്തിക്കും, ചിലത് വലിയ ബാക്ക്ലോഗ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ 2 ആളുകളും ഒരേ ദിവസം അപ്ലൈ ചെയ്താലും റിസൾട്ടിന്റെ കാര്യത്തിൽ വ്യത്യാസം വരാം. ഇനി മറ്റൊന്നാണ് എംപ്ലോയർ വെരിഫിക്കേഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2 അപേക്ഷകൾ ഉണ്ടെന്ന് കരുതുക. ആദ്യത്തെ അപേക്ഷയിലെ എംപ്ലോയറിന്റെ ഡോക്യുമെന്റ് പെർഫെക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ അപേക്ഷയിലെ എംപ്ലോയറിന്റെ ഡോക്യുമെന്റ് ക്ലാരിഫിക്കേഷൻ വേണം. അപ്പോൾ രണ്ടാമത്തെ ഫയല് നിലയ്ക്കും. അതിനാൽ പിന്നീട് വന്ന അപേക്ഷകൾ പോലും ആദ്യം മുന്നോട്ട് പോകും. ഇനി കൊസ്തൂര കിട്ടിയോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? ഇതിന് സാധാരണയായി 3 വഴികളിലൂടെയാണ് വിവരം ലഭിക്കുക. ആദ്യത്തേത് പത്രനാത്തോ. ഇറ്റലിയിലെ ഭൂരിഭാഗം അപേക്ഷകരും പത്രനാത്ത വഴി അപേക്ഷ സമർപ്പിച്ചതാണ്. അതിനാൽ സ്റ്റാറ്റസ് ആദ്യം അറിയാൻ കഴിയുന്ന സ്ഥലം പത്രനാത്ത തന്നെയാണ്. ഇനി രണ്ടാമത്തേത് എംപ്ലോയർ. എംപ്ലോയർക്കും പല വിവരങ്ങളും ലഭിക്കും. അതിനാൽ തൊഴിലുടമയുമായി നല്ലൊരു ബന്ധം നിലനിർത്തുക. ഇനിയുള്ളതാണ് പോർട്ടൽ ഇമിഗ്രസ്യോണെ. ചില കേസുകളിൽ ഓൺലൈൻ സ്റ്റാറ്റസ് പരിശോധിക്കാനായിട്ട് സാധിക്കും. എന്നാൽ എല്ലാ വിവരങ്ങളും ഉടൻ അപ്ഡേറ്റ് ആകണമെന്നുമില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് മുൻപുള്ള വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇനിയുള്ളതാണ് പെൻഡിങ് സ്റ്റാറ്റസ്. ഇത് റിജക്റ്റ് ആണോ? ശരിക്കുമല്ല. പെൻഡിങ് എന്ന് കാണുന്നത് റിജക്റ്റ് എന്നല്ല. പെൻഡിങ് എന്നതിൻ്റെ അർത്ഥം വേരിഫിക്കേഷൻ നടക്കുന്നു, ഡോക്യുമെന്റേഷൻ പരിശോധിക്കുന്നു, ഓഫീസിയൽ പ്രോസസ്സിംഗ് നടക്കുന്നു, ഫൈനൽ ഡിസിഷൻ വന്നിട്ടില്ല എന്നിവയിൽ ഏതെങ്കിലുമൊക്കെ ഒന്നായിരിക്കും. അതിനാൽ പെൻഡിങ് ആയതുകൊണ്ട് പാനിക്കാകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി മറ്റൊന്നാണ് വെയിറ്റിംഗ് ലിസ്റ്റ് എന്നൊന്നുണ്ടോ എന്നുള്ളത്. യാഥാർത്ഥ്യത്തിൽ ചില സാഹചര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. ഉദാഹരണത്തിന് ചില അപേക്ഷകൾ റിജക്റ്റ് ആകുന്നു, ചില എംപ്ലോയേഴ്സിന് പിന്മാറുന്നു, ചില ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് ആകുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ മുമ്പ് പിന്നിലായിരുന്ന ചില അപേക്ഷകൾ മുന്നോട്ട് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോട്ട ലൈൻ അടുത്തുള്ളവരാണെങ്കിൽ
നിങ്ങൾക്ക് പ്രതീക്ഷ പൂർണ്ണമായി നഷ്ടപ്പെടുത്തേണ്ടതില്ല. പിന്നെ പലരും പറയുന്നൊരു കാര്യമാണ്, പത്രാനാത്തോയ്ക്ക് ഒന്നും അറിയില്ല, അവരെപ്പോഴും വെയിറ്റ് ചെയ്യൂ എന്ന് മാത്രമാണ് പറയുന്നതെന്ന്. എങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം അതല്ല. പല കേസുകളിലും പത്രാനാത്തോയ്ക്കും ഫൈനൽ ഡിസിഷൻ വരുന്നത് വരെ കൂടുതൽ വിവരങ്ങളൊന്നും ലഭിക്കാറില്ല. അതിനാൽ അവർ പറയുക കാത്തിരിക്കുക, കാരണം അതാണ് യഥാർത്ഥ സ്ഥിതി. ഇനി ഇപ്പോഴും റിസൾട്ട് ഇല്ലാത്തവർ ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമതായിട്ട് നിങ്ങൾ പരിഭ്രാന്തരാകരുത്. രണ്ടാമത് എംപ്ലോയറുമായിട്ട് നല്ലൊരു ബന്ധം തന്നെ നിലനിർത്തുക. മൂന്നാമതായി പത്രാനാത്തോയുമായി ഇടയ്ക്കിടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വ്യാജമായിട്ടുള്ള ഏജൻറ്റുകളെ പറയുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കരുത്. അഞ്ചാമതായിട്ട് 100% അപ്രൂവൽ, ഫാസ്റ്റ് ട്രാക്കാണ്, സ്പെഷ്യൽ കണക്ഷൻ എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ അവഗണിക്കുക എന്നുള്ളത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ നുള്ളോസ്ത വരുന്നു. പലരും ഇവിടെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, നുള്ളോസ്ത ഇത് വിസയാണെന്ന്. നുള്ളോസ്ത കിട്ടിയാൽ നിങ്ങൾക്ക് വിസ പ്രോസസ്സിൻ്റെ ആദ്യ ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. പക്ഷേ വിസ ഇപ്പോഴും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇനി ഈ നുള്ളോസ്തനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർ അതിനെക്കുറിച്ച് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കുക. ഇനി ഈ നുള്ളോസ്ത കിട്ടിയ ശേഷം എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാനൊന്ന് സിമ്പിളായി പറഞ്ഞു വയ്ക്കാം. പ്രൊഫത്തോർ അപ്രൂവൽ, നുള്ളോസ്ത ഇഷ്യൂ ചെയ്യുന്നു, എംബസി അപ്പോയിൻമെൻറ്റ്, വിസ വെരിഫിക്കേഷൻ, പിന്നീട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം വിസ ഡിസിഷൻ, പിന്നെ ഇറ്റലി എൻട്രി. ഇവിടെ എത്തിയതിന് ശേഷം പെർമേസോ ഡി സൊജോർണോ പ്രോസസ്സ്. ഇനി ഈ ഘട്ടത്തിൽ കേൾക്കുന്ന മറ്റൊരു ചോദ്യമാണ്, നുള്ളോസ്ത ലഭിച്ച ശേഷവും വിസ റിജക്റ്റ് ആകുമോ എന്നുള്ളത്. ഉത്തരം ഇതാണ്, റിജക്റ്റ് ആയേക്കാം. ഇതിനുള്ള സാധ്യതകൾ കൂട്ടുന്നത് ഫേക്ക് ഡോക്യുമെൻറ്റ്സ്, വ്യാജരേഖകൾ ഉണ്ടെങ്കിൽ വിസ ഉടൻ തന്നെ റിജക്റ്റ് ആകും. ഇനി മറ്റൊന്നാണ് ഐഡൻറ്റിഫൈ മിസ്മാച്ച്. പാസ്പോർട്ടിലും ആപ്ലിക്കേഷനിലും വിവരങ്ങൾ പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ. ഇനി ഇതുപോലെ മറ്റൊന്നാണ് സെക്യൂരിറ്റി ഇഷ്യൂ, സുരക്ഷാ പരിശോധനയിൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ. ഇനി മറ്റൊരു കാരണമാണ് പ്രീവിയസ് ഇമിഗ്രേഷൻ വയലേഷൻസ്. ഇനി മറ്റൊന്നാണ് അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അത് തെളിയിക്കപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ വിസ റിജക്റ്റ് ആവും. ഇനി ഇപ്പോഴും നുള്ളോസ്ത കാത്തിരിക്കുന്നവരോട് ഒരു കാര്യം, നുള്ളോസ്ത ഇല്ല, എല്ലാം കഴിഞ്ഞു എന്നൊന്നുമല്ല. ഇപ്പോൾ ആയിരക്കണക്കിന് ഫയലുകളാണ് വിവിധ പ്രൊഫത്തോറുകളിൽ പ്രോസസ്സിങ്ങിൽ നിൽക്കുന്നത്. അതുകൊണ്ട് റിസൾട്ട് ഇനിയും വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം പരിചിതമായിരിക്കും. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ ആദ്യം വാട്സപ്പ് ഗ്രൂപ്പുകൾ നോക്കുന്നു, പിന്നെ ഇതേപോലെ തന്നെ ഫേസ്ബുക്ക് ചെക്ക് ചെയ്യുന്നു, യൂട്യൂബിൽ കമൻറ്റ് നോക്കും, പ്രൊഫത്തോറയ്ക്ക് മെസ്സേജ് അയക്കുന്നു, എംപ്ലോയറിനെ വിളിച്ചു നോക്കുന്നു. പക്ഷേ ഒരേ മറുപടി, അങ്കോർ നീ എന്തേ, ഇനിയും ഒന്നും വന്നിട്ടില്ല, വെയിറ്റിംഗ് ആണ്, പ്രോസസ്സിങ് ഇൻ ലവർസിയോണ്. ഇത് മലയാളികളുടെ മാത്രം പ്രശ്നമൊന്നുമല്ല. ലോകത്തിൻ്റെ പല വിഭാഗങ്ങളിൽ നിന്നുള്ള അപേക്ഷകരും ഇതേ അവസ്ഥയിൽ തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാന ചോദ്യം, കോട്ട തീർന്നാൽ എന്ത് സംഭവിക്കും? ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു കാറ്റഗറിയിലെ കോട്ട മുഴുവൻ നിറഞ്ഞാൽ അതിനുശേഷം വരുന്ന അപേക്ഷകർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഫ്ലൂസി സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനം തന്നെ കോട്ടയാണ്. കോട്ടയില്ലെങ്കിൽ അപ്രൂവൽ നൽകാൻ നിയമപരമായ തടസ്സമുണ്ട്. ഇനി പിന്നീട് ചിലർക്ക് അപ്രൂവൽ കിട്ടുന്നത് എങ്ങനെ? ഇതാണ് പലർക്കും പ്രതീക്ഷ നൽകുന്ന ഒരു വിഷയം. ഒരു ഉദാഹരണം നോക്കാം. 1000 കോട്ട ഉണ്ടെന്ന് കരുതുക, 1000 അപേക്ഷകളും മുന്നിലുണ്ട്. പക്ഷെ പിന്നീട് എന്ത് സംഭവിക്കുന്നു? ചില എംപ്ലോയേഴ്സ് പിന്മാറുന്നു, ചില അപേക്ഷകൾ റിജക്റ്റ് ആകുന്നു, ചില ഡോക്യുമെൻറ്റ്സ് ഇൻവാലിഡ് ആകുന്നു, ചില തൊഴിലാളികൾ മുന്നോട്ട് പോകുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ചില സ്ലോട്ടുകൾ വീണ്ടും ഒഴിവാകും. അപ്പോൾ പിന്നിലെ അപേക്ഷകൾക്ക് അവസരം പെട്ടെന്ന് തന്നെ ലഭിക്കും. ഇനി ഇവിടെ വരുന്ന മറ്റൊരു ചോദ്യമാണ്, പത്രാനാത്തോ എല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അതിനുള്ള ഉത്തരം ഇല്ല. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പത്രാനാത്തോ അപേക്ഷ തയ്യാറാക്കുന്നു, സമർപ്പിക്കുന്നു, വിവരങ്ങൾ പരിശോധിക്കുന്നു. പക്ഷെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് പത്രാനാത്തോയല്ല. ഫൈനൽ ഡിസിഷൻ വരുന്നത് പ്രൊഫത്തൂറ, കൊസ്തൂറ, ലേബർ അതോറിറ്റീസ്, കോൺസുലേറ്റ്.
എന്നിവയുടെ നടപടിക്രമങ്ങൾക്ക് ശേഷമാണ്. ഇനി നമ്മുടെ ചാനലിലേക്ക് നിരന്തരം വരുന്ന ഒരു ചോദ്യമാണ് 2026 മുഴുവൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളത്. ഇതിനുള്ള ഉത്തരം ഇത്ര മാത്രമാണ്. ചില കേസുകളിൽ വളരെ വേഗത്തിൽ തന്നെ തീരും, ചില കേസുകൾ മാസങ്ങളോളം നീളാം. ഇറ്റലിയിലെ വിവിധ പ്രിഫക്ചറുകളിൽ വർക്ക് ലോഡ് അനുസരിച്ച് സമയത്തിൽ മാറ്റം വരും. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ സമയം തന്നെ വരണമെന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതുവരെ കേട്ടിരുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി. ഗ്രാസിയെ, അരിവതർച്ചി.